വെളിപ്പെടുത്തലുകളിലും വിവാദങ്ങളിലും ഉലഞ്ഞ് ഒടുവിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നാണം കെട്ട് പടിയിറക്കും. യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിക്ക് അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുകയാണ്. പകരം അബിൻ വർക്കിക്കും KM അഭിജിത്തിനുമാണ് സാധ്യത കൽപ്പിക്കുന്നത്. ആരോപണങ്ങൾ ഉയർന്നതോടെ രാഹുലിന് ഒരു ഇളവും നൽകേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ് നിലപാട് സ്വീകരിക്കുക തന്നെയായിരുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയാലും MLA സ്ഥാനം തുടർന്നേക്കും. വിഷയത്തിൽ പാർട്ടി ഗൗരവമായി പരിശോധിക്കുമെന്നും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും പറഞ്ഞ് VD സതീശനും രാഹുലിനെ കൈവിട്ടിട്ടുണ്ടായിരുന്നു. മോശം സന്ദേശങ്ങൾ അയച്ചു എന്നുള്ള ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കണമെന്ന് യൂത്ത് കോൺഗ്രസിൽ തന്നെ ആവശ്യവും ഉയർന്നിട്ടുണ്ടായിരുന്നു. വിഷയത്തിൽ AICC നേതാക്കൾ കേരളത്തിലെ നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു, ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നു. ദീപാദാസ് മുൻഷി VD സതീശനുമായാണ് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. വനിതകൾക്ക് എതിരായിട്ടുള്ള ആക്രമണം ആര് നടത്തിയാലും കോൺഗ്രസ് സംരക്ഷിക്കില്ല എന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പനും നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയ വഴി മോശമായി സന്ദേശം അയച്ചു എന്ന് യുവനടി റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ സമാന അനുഭവം വെളിപ്പെടുത്തി കൂടുതൽ പേർ രംഗത്ത് വരികയാണ്. പിന്നാലെ മാധ്യമ പ്രവർത്തകയായ യുവതിയുടെ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഫോൺ സംഭാഷണം പുറത്തായത് കുരുക്ക് മുറുകുക തന്നെയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായിട്ടുള്ള ഉയർന്ന ഗുരുതര ആരോപണങ്ങളിൽ പ്രതികരണവുമായി CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ KK ശൈലജയും രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നത് പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് എന്ന് KK ശൈലജ പറയുകയാണ്. ഗർഭഛിദ്രത്തിന് ഉൾപ്പെടെ നിർബന്ധിച്ചു എന്നുള്ളത് ഗുരുതര ആരോപണങ്ങൾ കേവലം സ്ഥാനമാനങ്ങളുടെ രാജിയിൽ ഒതുക്കാൻ കഴിയുന്നതല്ല എന്നും സ്ത്രീകൾക്കും പൊതുസമൂഹത്തിനും ആകെ വെല്ലുവിളിയാകുന്ന മാനസികാവസ്ഥയ്ക്ക് ഉടമയാണ് ഇയാള് എന്നും പുറത്തു വരുന്ന വിവരങ്ങളാണ് എന്നും KK ശൈലജ പറയുകയാണ്. ഫേസ്ബുക്കിലൂടെയായിരുന്നു ശൈലജയുടെ ഈ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടർച്ചയായി ലഭിച്ച പരാതികളെല്ലാം അവഗണിച്ച് ജനപ്രതിനിധിയാകാൻ ഉൾപ്പെടെ അവസരം നൽകിയ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ വിഷയത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്നും ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത വ്യക്തിക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകണമെന്നും KK ശൈലജ ആവശ്യപ്പെടുകയായിരുന്നു. ഇയാൾ ജനപ്രതിനിധിയായി തുടരുന്നത് കേരള നിയമസഭയ്ക്കാകെ നാണക്കേടാണ് എന്നും ശൈലജ പറയുകയാണ്.